അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, നാളെ മുഹറം 10 മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലായിൽ ഷഹീദായതായ ദിവസമാണ്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ റസൂലുള്ളാഹിൻ്റെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബവും യൂഫ്രട്ടീസിലെ വെള്ളം പോലും നിഷേധിക്കപ്പെട്ട് വല്ലാതെ പരീക്ഷണം അനുഭവിച്ചതായ ദിവസങ്ങളാണ്. തൻ്റെ ഭാര്യയുടെ പാല് പറ്റിയതിപ്പോൾ ചെറിയ അരുമക്കിടാവിന് പാല് കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ആ കുട്ടിക്കെങ്കിലും അവർ യൂഫ്രട്ടീസിലെ വെള്ളം കൊടുക്കുമെന്ന് കരുതി മുമ്പിലേക്ക് എത്തിയപ്പം ആ കൊച്ചു കിടാവിൻ്റെ തൊണ്ടയിലേക്ക് ശത്രുക്കൾ അമ്പെയ്ത് കൊന്ന് കളഞ്ഞത് ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസത്തിനിടയിലാണ്. ഏതായാലും അവർണ്ണനീയമാണ്. ആ രംഗങ്ങൾ വിവരിക്കാൻ കഴിയില്ല. നമ്മളെ മനസ്സ് വേദനിച്ചു പോകും, നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും ആ മഹാന്മാരെ നമ്മൾ അവരെ പ്രത്യേകം ഓർക്കുകയും അവരെ മേൽ ഫാത്തിഹയും യാസീനും ഓതാൻ ആരും മറന്നു പോകരുത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞത് ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഈ പ്രബോധനത്തിനും ഞാൻ ഇങ്ങോട്ട് പകരം ചോദിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണേ, അവരെ ചേർത്ത് പിടിക്കണേ റസൂൽ പറഞ്ഞത് നമ്മോട്. അതുകൊണ്ട് നമ്മൾ അഹ്ലു ബൈത്തിനെ മാറോട് അണിച്ചു പിടിക്കുക, പാവപ്പെട്ട സയ്യിദന്മാരെ കണ്ടറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നോമ്പ് തുറക്കൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അവരോട് ഹുസൈൻ അള്ളാഹിൻ്റെ പേരിൽ അത് ഹദിയം ചെയ്താൽ നമുക്കതൊക്കെ വലിയ കാവലായിരിക്കും. കാരണം മിസ്ലു അഹ്ലി ബൈത്തി കസഫീനത്തി നൂഹിൻ മൻ റക്കിബഹ നജാ വമൻ തറക്ക ഗരിഖ. എൻ്റെ അഹ്ലി ബൈത്ത് നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണ്. ആ കപ്പലിൽ അന്ന് ആര് കയറി അവർ രക്ഷപ്പെട്ടു. അന്ന് കയറാതെ മാറി എന്ന ആൾക്കാർ, അത് നൂഹ് നബിൻ്റെ മകൻ കൻആനായിട്ട് പോലും ആ കപ്പലിൽ കയറാത്തതിൻ്റെ പേരിൽ അവർ മുങ്ങി നശിച്ച രൂപത്തിൽ അഹ്ലു ബൈത്തിനെ മുറുകെ പിടിച്ചാൽ രക്ഷപ്പെടും, അവരെ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ അത് അപകടമായിരിക്കും എന്നാണ് പറഞ്ഞ അർത്ഥം. അതുകൊണ്ട് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക. നമ്മൾ ഏത് പ്രതിസന്ധിയിൽ നമുക്കതൊരു പരിഹാരമായിരിക്കും. ഇപ്പം നമുക്കറിയാം, പൊതുവെയുള്ള പരാതിയാണ് സിഹിർ, ഐന്, കണ്ണ്. കുറേ തെറ്റിദ്ധാരണയായിരിക്കും. 100-ൽ ഒരു 10% സിഹിറൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മളെ ജീവിതത്തിൽ സമാധാനവും അതുപോലെ തന്നെ ഐശ്വര്യവും അതോടൊപ്പം തന്നെ ആഖിറം രക്ഷപ്പെടാനും ഒക്കെ നമ്മൾ അഹ്ലു ബൈത്തിനെ ചേർത്ത് പിടിക്കുക. അങ്ങനെയാകുമ്പോൾ റസൂൽ പറയുന്നു, ഞാനും എൻ്റെ ഫാത്തിമയും ഹസനും ഹുസൈനും അലിയും നമ്മെ സ്നേഹിക്കുന്ന ഒരു നാളെ പരലോകത്ത് ഒപ്പമായിരിക്കും. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അർശിൻ്റെ തണലിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ നമുക്ക് ഭക്ഷിക്കാനുള്ള അവസരം കിട്ടും. നമ്മൾ ഒപ്പം ഭക്ഷിക്കും, ഒപ്പം കുടിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന് അല്ലാഹു തആല അഹ്ലു ബൈത്തിൻ്റെ തുണിക്കോന്തൽ പിടിക്കൽ വഴി ദുനിയാവും ആഖിറം രക്ഷപ്പെടുന്ന സൗഭാഗ്യം നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് നാളത്തെ മുഹറം 10 പ്രത്യേകം മറക്കരുത്. ഈ മഹാന്മാരെ പേരുള്ളതായ ഫാത്തിഹയും യാസീനൊക്കെ ഓതാനും അഹ്ലു ബൈത്തിനെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് പ്രത്യേകം മറക്കാതിരിക്കുക. അല്ലാഹു തൗഫീഖ്.